ഞാനിന്നുള്ളത് തിരുവനന്തപുരം പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഗംഭീരമാണെന്ന് പറയാതെ വയ്യ. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമല്ല, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഇത്. നമ്മുടെ അഭിമാനമാണ് എന്ന് പറയാം. നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെയൊക്കെ അഭിമാനമാണ് എന്ന് പറയാം. എത്ര പേർ തിരുവനന്തപുരത്തുകാരായിട്ടുള്ളവരും അല്ലാത്തവരും എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. 300 ഏക്കറിൽ പരന്നു കിടക്കുന്ന, നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ കാണാനിടയില്ലാത്ത, നമ്മൾ ഇനിയും കാണണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കാണുന്ന പോലും പറ്റാത്ത അത്തരത്തിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഒക്കെ ആയിട്ടുള്ള ചെടികളെ സംരക്ഷിച്ച് നിർത്തുകയും അതിൽ അവയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതിൽ പരീക്ഷണം നടത്തുകയും പുതിയ 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 പരീക്ഷണങ്ങൾ കുറേ നടത്തുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ശാസ്ത്രജ്ഞർ ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ നമുക്ക് അവരെ കാണാൻ കഴിയും. അവരുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമാണ്, ഒപ്പം ഇൻഫോർമേറ്റീവുമാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഇങ്ങോട്ടേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്കായി ഇവിടുത്തെ കാഴ്ചകൾ എത്തിക്കുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും ആകർഷകമായ ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. സന്ദർശകരുടെ തിരക്ക് എപ്പോഴും ഉണ്ടാകാറുള്ള കാർണിവോറസ് പ്ലാന്റ്സിന്റെ ഒരു വലിയ കളക്ഷൻ ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന നെപ്പന്തസ് എന്ന് പറയുന്ന ആ ഒരു ചെടിയുടെ തന്നെ പല പല വെറൈറ്റി ഇവിടെ അവർ സംരക്ഷിക്കുന്നുണ്ട്, വിൽപ്പനയും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡിന്റെ ഒരു വലിയ ശേഖരമുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച്, ഈ കാർണിവോറസ് പ്ലാന്റ്സിനെ കുറിച്ച് വിശദമായി പറയാൻ ഡോക്ടർ സലീം നമുക്കൊപ്പം ചേരുന്നു. ഇത് ജയൻ ടിബിജാറയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സെക്ഷനാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സന്ദർശകരായ വിദ്യാർത്ഥികൾക്കും മറ്റും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തരുന്നൊരു സെക്ഷനാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, കാർണിവോറസ് പ്ലാന്റ്സ്, അതാ മാംസഭോജികളായ സസ്യങ്ങളുടെ ഒരു ശേഖരമാണ്. ഏകദേശം 17ലധികം ജീനസുകൾ ഇവിടെ പല ഫാമിലിയിലായിട്ട് ഞങ്ങൾ സംരക്ഷിച്ച് വരുന്നുണ്ട്. അത് പഠനാവശ്യങ്ങൾക്കും സ്കൂൾ കുട്ടികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പഠനാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ലോകത്ത് പല ഫാമിലികളിലായി, പല സസ്യ കുടുംബങ്ങളിലായിട്ടാണ് ഈ കാർണിവോറസ് പ്ലാന്റ്സ് കാണപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം എന്ന് പറയുന്നത് നെപ്പന്തസ് എന്ന് പറയുന്ന സഞ്ചിച്ചെടികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ചെടികളാണ്. നെപ്പന്തസ് ഖാസിയാന എന്ന് പറയും, അല്ലെങ്കിൽ നെപ്പന്തസിൻ്റെ വിവിധ തരത്തിലുള്ള പിച്ചർ പ്ലാന്റുകൾ. ഇതിൻ്റെ ഏകദേശം ലോകത്ത് 150ഓളം സ്പീഷീസുകളാണ് ലോകത്തുള്ളത്. അതിൽ ഏകദേശം 15 സ്പീഷീസുകൾ ടിബിജാറയിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിപ്പം കൂടിയ, ഞങ്ങളുടെ കളക്ഷനിലുള്ളതിൽ ഏറ്റവും വലിപ്പം കൂടിയ ഒരു പിക്ചറുള്ള പ്ലാന്റാണ് ഇത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കാടുകളിൽ കാണപ്പെടുന്ന നെപ്പന്തസ് ട്രങ്കേറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ്. അതിൻ്റെ യങ് പിക്ചറാണ് ഈ വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന ഒരു ജീനസ് ഉണ്ട്, സൺഡ്യൂ എന്ന് പറയും, അഥവാ ഡ്രൊസീറ എന്ന് പറയുന്ന സ്പീഷീസാണ്. ഡ്രൊസീറയുടെ 3 സ്പീഷീസുകൾ നമ്മുടെ വനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളത് കൂടുതലും നമ്മുടെ വിദേശികളായിട്ടുള്ള ഇതാണ്. ഇത് സൺഡ്യൂവിൻ്റെ ഒരു പ്ലാന്റ്സ് ആണ്. ഡ്രൊസീറ സ്പാത്തുലേറ്റ എന്ന് പറയുന്ന ചെടിയാണ്. നിങ്ങൾക്കിതിൻ്റെ ഇലയുടെ മേൽഭാഗത്ത് രോമങ്ങൾ പോലെ തിളങ്ങുന്ന ഒരു ഇത് കാണാം. കണ്ണീർ മഴത്തുള്ളികൾ പോലെ കാണുന്നു. ഇതുകൊണ്ട് ഈ മഴത്തുള്ളികൾ കാരണമാണ് ഇതിന് സൺഡ്യൂ എന്ന് പേര് കിട്ടിയത്. പക്ഷേ അത് ശരിക്കും മഴത്തുള്ളികളല്ല, അത് ചെറിയ പശയുള്ള ഒരു ദ്രാവകമാണ്. ഈ ദ്രാവകത്തിലേക്ക് വന്ന് ഇരിക്കുന്ന പ്രാണികൾ അവിടെ അട്രാക്റ്റ് ചെയ്യുകയും ക്രമേണ അതിൻ്റെ മുകളിലുള്ള ഹെയർസ്, രോമങ്ങളിൽ നിന്ന് എൻസൈമുകൾ, ദഹനരസങ്ങൾ പുറപ്പെടുവിക്കുകയും ആ ദഹനരസങ്ങൾ ഈ പ്രാണികളെ ദഹിപ്പിച്ച് ചെടിക്ക് ഭക്ഷണമായിട്ട് വലിച്ചെടുക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഞങ്ങളുടെ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന ഓർക്കിഡുകളാണ്. വനജാതികളായ ഏകദേശം 500ലധികം സ്പീഷീസുകളും ഏകദേശം 200ലധികം ഹൈബ്രിഡ് ഇനങ്ങളുമായി വലിയൊരു ഓർക്കിഡ് ശേഖരം ഞങ്ങൾക്കുണ്ട്. പിന്നെയുള്ളത് ആന്തൂറിയംസ് ആണ്. കട്ട് ഫ്ലവർ ആന്തൂറിയംസായ ആൻഡ്രിയാനത്തിൻ്റെ ഹൈബ്രിഡുകളും ഫോളിയേജ് ആന്തൂറിയംസായ ഏകദേശം ഇപ്പോൾ 17-20ഓളം ഫോളിയേജ് ആന്തൂറിയംസും നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ കൺസർവേറ്ററിയിൽ സംരക്ഷിച്ച് വരുന്നുണ്ട്.